ഇന്നൊക്കെയാണ് ട്രേഡ് മാർക്കിന്റെ ഒത്തിരി ആളുകളുണ്ട്, എവിടെ എല്ലായിടത്തും ട്രേഡ് മാർക്ക്. അന്ന് ട്രേഡ് മാർക്ക് അറ്റോർണി അതൊക്കെ വളരെ റെയർ കേസാണ്. ഈ പേര് ഞാൻ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് പേര് കിട്ടുന്നേ ഇല്ല. കുറെ പേരുകൾ ഉപയോഗിച്ചു, നോക്കിയിട്ട് ഇതിലൊന്നും കിട്ടുന്നില്ല. മിക്കവാറും ബോംബെയിലും കൊൽക്കത്തയിലും ഒക്കെ പേരുകളെല്ലാം രജിസ്റ്റർ ചെയ്തിരിക്കും. അങ്ങനെ ഞാൻ ശ്രമിച്ചിട്ടാണ് എൻ്റെ ഒരു ലക്ഷ്യം ചെറിയ പേരായിരിക്കണം, ആളുകൾ എപ്പോഴും പറയുന്ന ഒരു പേരായിരിക്കണം തോന്നി. അങ്ങനെ പോപ്പീസ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ അത് കിട്ടി. പോപ്പീസിനുള്ള ആ സ്പെല്ലിങ് കിട്ടി, അത് ഞാൻ രജിസ്റ്റർ ചെയ്തു. 7 കളറായിരുന്നു പോപ്പീസിന്റെ ലോഗോയ്ക്ക്. മാർക്കറ്റിൽ ചെന്ന് പതുക്കെ ചോദ്യങ്ങൾ തുടങ്ങി. അപ്പോൾ എനിക്ക് അടുത്ത പ്രതിസന്ധി വന്നു. കാരണം ഒന്ന് ക്യാപിറ്റൽ ഇല്ല, ഇതെല്ലാം ഞാൻ കട കൊണ്ട് വെച്ചിരിക്കുന്നത്, വിറ്റിട്ട് പോലും പല ആൾക്കാർക്ക് കാശ് തരുന്നില്ല. 2005 ആയപ്പോഴേക്കും ഞാനത് സ്വന്തമായിട്ട് ഫാക്ടറി തുടങ്ങുന്നതിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ ഞാൻ റിസൈൻ ചെയ്തതോടുകൂടി ഈ മനോരമയിൽ ജോലി ചെയ്യുമ്പം ഒരു ഗ്ലാമർ ജോലി, അന്നത്തെ കാലത്ത് ഈ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ ഗ്ലാമർ ജോലിയാണ്. അപ്പൊ അതിൽ നിന്ന് വിട്ടുപോകാനപ്പോൾ ആർക്കും വലിയ താല്പര്യമില്ലായിരുന്നു. എന്തായാലും ഞാൻ റിസൈൻ ചെയ്ത് കഴിഞ്ഞപ്പം ഞാൻ അവിടെ നിന്നൊക്കെ സ്വരൂപിച്ച ഇതൊക്കെയാണ് ഈ ക്യാപിറ്റലായിട്ട്. ഈ ക്യാപിറ്റലെല്ലാം ഞാൻ ഉണ്ടാക്കിയ മൊത്തം ക്യാപിറ്റലും വിവിധ ഷോപ്പുകളിലായി. അപ്പൊ പുതിയ പ്രൊഡക്ഷൻ ചെയ്യണമെങ്കിലോ വേറെ ചെയ്യണം. അപ്പൊ ഞാൻ പിന്നെ ചിന്തിച്ച് നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഒരു ഫണ്ടും സപ്പോർട്ടൊന്നും അന്നത്തെ സമയത്ത്, കാരണം അന്നത്തെ ഏറ്റവും വലിയ വിഷയം അന്നത്തെ സിനിമകളായിരുന്നു. വരവേൽപ്പും അന്നത്തെ പഴയ സിനിമകളെ കണ്ടിട്ട് വ്യവസായം തുടങ്ങിയിട്ട് അന്നത്തെ സിനിമകളൊക്കെ പരാജയപ്പെട്ട ആളുകളെ കഥകളെ സിനിമകള്. ബിസിനസ്സുകാരൊക്കെ വില്ലന്മാരായിരിക്കും. അതെ.